ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് അമ്മയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പം ഞാൻ വെറുതെ ജസ്റ്റ് ടു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആദർശായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ആദർശായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ നോക്ക്, മൂക്കുമ്പോ നല്ലൊരു സിഗ്നേച്ചർ ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. തലയ്ക്കും. അപ്പോൾ ഉണ്ണീനെ അമ്മ ഉറക്കിക്കൊണ്ട് കേട്ടാ. അപ്പോൾ റീനമ്മ ഉറക്കാണ്. എൻ്റെ അമ്മയുടെ അടുക്കളയിൽ എന്തോ സംഭവം വറുത്തോണ്ട് നിൽക്കുക. അപ്പം അതിൻ്റെ ഭയങ്കര സ്മെല്ല്, മറ്റേ തരിപ്പ് പോയില്ലേ, അങ്ങനത്തെ ഒരു എരിവുള്ള ഒരു സ്മെല്ല്. അപ്പോൾ വാതിലടച്ചിട്ടേക്കുക. അപ്പോൾ ആദർശേണ്ണ എന്താ പറ്റിയെന്ന് ആദർശേണ്ണ ഞങ്ങൾക്ക് പറയും. പിന്നെ ഈ ഒരു പോർഷൻ കഴിഞ്ഞിട്ടാവും ഞാൻ രാവിലത്തെ വീഡിയോസ് എടുത്തുവെച്ച് തേടിയാട്ടോ. ഇൻട്രോയൊന്നും പറയാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഉണ്ണിക്ക് ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി, അതാണ് ഇൻട്രോയൊന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ നാളെയാണ് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. നാളെയാണ് നമ്മുടെ ഉണ്ണിയുടെ 28. പക്ഷെ 28 നമ്മൾ കഴിക്കണില്ല എന്ന് വെച്ചാൽ ഉണ്ണിക്ക് കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട്. കണ്ണും പിരികും വള ഇട്ട് കൊടുക്കും എനിക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ ഇവിടെ ഒന്നും സംസാരിക്കണേട്ടില്ല. പിരിക് എഴുതി കൊടുക്കുന്നുണ്ട് ഉണ്ണിക്ക്. അപ്പോൾ നല്ല വലിയ ഫംഗ്ഷനായിട്ട് വെക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അപ്പോഴാണ് അച്ഛൻ മരിച്ച കാരണം നമുക്കൊക്കെ മാറ്റി വെച്ച് 56 എന്തായാലും നമ്മൾ നടത്തും. അപ്പോൾ നാളെ ഇങ്ങനെ ചെറിയൊരു വേറെ ആരും ഇല്ലായിരുന്നു, നമ്മൾ തന്നെ ആയിട്ട് വെറുതെ പിരികും ഉണ്ണിക്കൊന്നും എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. പുലർച്ചെ ഒരു 4-5 മണിയൊക്കെ അപ്പോൾ മൂപ്പര് കളിക്കാൻ വേണ്ടി എനിക്കിട്ടോ. അങ്ങനെ 1 മണിക്കൂർ നേരത്തെ കളിക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവനെ കെടുത്തി ഉറക്കട്ടെ ചെയ്യാറ്. അങ്ങനെ ഉണ്ണീനെ ഫീഡ് ചെയ്യിപ്പിച്ചതിന് ശേഷം ഞാനും നല്ല ഉറക്കം ഉറങ്ങിട്ടാ. അങ്ങനെ എൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉമ്മറത്തേക്ക് നോക്കിയപ്പോൾ ഇതേ ഉണ്ണി നല്ല ഉറക്കട്ടെ. അപ്പോൾ റീനമ്മയുടെയും കണ്ണ് വന്ന് ഇങ്ങനെ അടയുന്നുണ്ട്. ചെറിയ ഉണ്ണുള്ള വീട്ടിലൊക്കെ ഈ ഒരു കാഴ്ച പതിവാണ് കേട്ടോ. പിന്നെ അമ്മ വേഗം വന്നിട്ട് ഉണ്ണീനെ കെടുത്തിട്ടാ. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിച്ചക്കൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അവൻ്റെ സുട്ടുമണി ആവാൻ വേണ്ടി നിൽക്കട്ടാ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ഉണ്ണീനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ അമ്മമ്മയ്ക്ക് അച്ഛനെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം അലർജിയാണ്. പിന്നെ ചേച്ചി അമ്മയും കൂട്ടി അടുക്കളയിൽ പൊരിഞ്ഞ പണിയിലാണ്. അവരെന്ത് ചമ്മന്തി ഉണ്ടാക്കുക, ദോശ ഉണ്ടാക്കുക, അങ്ങനത്തെ പണിയിലൊക്കെ കേട്ടോ. അപ്പൊ ചേച്ചിയും അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പല്ലേപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ കണ്ണാടിയിൽ പോയി നോക്കിയപ്പോൾ എൻ്റെ മുഖക്കാകെ തടിച്ച പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു. നമ്മുടെ ഈ ഇപ്പോൾ പ്രസവം കഴിഞ്ഞിട്ടുള്ള പ്രസവ രക്ഷയ്ക്കുള്ള മരുന്നൊക്കെ കഴിച്ചിട്ടാ തോന്നുന്നു മുന്നത്തേക്കാളും നല്ല രീതിക്ക് ഇങ്ങനെ പരന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഇത് ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ദോശയും ചട്നിയും പിന്നെ തക്കാളി ചമ്മന്തിയൊക്കെ ചേച്ചി ഉണ്ടാക്കിയതുണ്ടായിരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കറണ്ട് പോയ കാരണം അവൾക്ക് അരയ്ക്കാൻ പറ്റായി, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിട്ടോ. പിന്നെ ആദർശമായിട്ട് ഉണ്ണീനെ എടുത്ത് ഉമ്മർത്തിയിരിക്കുന്നുണ്ട്. അങ്ങനെ ചേച്ചി അവിടെ പണിയിലാണ് കേട്ടോ. അവൾ അടിച്ചൊരു തുടക്കുകയാണ്. പിന്നെ നമ്മുടെ ഇന്നലെ വലിയൊക്കെ വന്നിട്ടുണ്ടായി. പിന്നെ അമ്മ ഇതേ ഉണ്ണീനെ എടുത്തിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും ഇതിനിടെ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഉണ്ണീനെ കളിപ്പിച്ചിട്ട് അങ്ങനെ കുറേ നേരം ഇരിക്കും. കുഞ്ഞിച്ചക്കൻ കുളിയൊക്കെ കഴിഞ്ഞാൽ ഒരു സുഖത്തിന് കിടന്ന് ഉറങ്ങാട്ടാ. അങ്ങനെ ഉണ്ണീനെ കെടുത്തിയതിന് ശേഷം ഞാനും അവൻ്റെ അടുത്ത് പോയിട്ട് കിടക്കട്ടാ. അപ്പൊ അവനെ കിടക്കുന്ന കാണുമ്പോൾ എനിക്കാനിങ്ങനെ കുമ്പ് കൊടുക്കുക ഭയങ്കര സ്നേഹപ്രകടനമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തേജപ്പൻ ഇതേ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മുടി ചീകട്ടോ. അപ്പൊ അവളൊന്നും ചെയ്ത് കൊടുക്കണ്ട, അവെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവളെ അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ട് അപ്പൊ മൂപ്പര് മുടി ചീക, പൗഡർ ഇടുക, അവൻ്റെതായ കാര്യങ്ങൾ ചെയ്യട്ടാ. അതിൻ്റെ ഇടയിൽ ഉണ്ണിക്ക് വന്നിട്ട് ഉണ്ണിയുടെ കൈമ ഉമ്മ കൊടുക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമായിട്ട് ഉണ്ണീനെ എന്താ പറയാ, കുറേ നേരം ചേട്ടൻ്റെ കുട്ടി, ചേട്ടൻ്റെ മുത്തേന്നൊക്കെ വിളിച്ചിട്ട് ഭയങ്കര കളിപ്പിക്കലാവും. പിന്നെ ഒരുപാട് സംശയങ്ങളും ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതാ ഉച്ചയാകുമ്പോൾ ഞാനും ആദർശനും വെറുതെ കുറച്ച് നേരം ഉമ്മർത്ത് നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കട്ടെ ഓരോ കാര്യങ്ങളും. ആദർശൻ്റെ മൂക്കുമ്പോൾ എന്താ പറ്റിയെന്ന് ആദർശേട്ടൻ തന്നെ പറയൂട്ടാ. പിന്നെ ഇത് എന്നെ ചൊറിയാൻ വേണ്ടിയിട്ട് ഇത് ക്യാമറ തിരിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഞാനിത് എന്തെങ്കിലുമൊക്കെ ചെയ്യെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. വിഷ്ണു അമ്മമ്മ ആദ്യം കണ്ണ പൊത്തുന്ന പൊട്ടത്തി. കുഞ്ഞിച്ചക്ക നല്ല ഉറക്കാണ് കേട്ടോ. പിന്നെ തലേന്ന് നമ്മുടെ അമ്മയുടെ വീട്ടിലത്തെ പോരാടുന്നുണ്ട്. അപ്പം അമ്മായി നമുക്ക് ബിരിയാണി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു ആദർശൻ്റെ കയ്യിൽ. അപ്പോൾ അത് നമ്മൾ രാത്രി അമ്മ കുറച്ച് കഴിച്ചു. പിന്നെ ബാക്കിയുള്ളത് ചൂടാക്കിയിട്ട് നമുക്ക് ആർക്കും വേണ്ട. അപ്പം അമ്മ തിരുന്ന് കഴിക്കാനുണ്ടാ. അങ്ങനെ തേജപ്പൻ്റെ കിൻഡർ ജോയ് നിശ്ചിക്ക് കഴിക്കുന്ന ആദർശേനെയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ആദർശേൻ്റെ പിന്നെ എല്ലാം കൊടുക്കൂട്ട മൂപ്പര്, അങ്ങനെ അധികം ഇതാക്കാറൊന്നുമില്ല. പിന്നെ കുറേ കഴിക്കാനാണ്. അപ്പം മൂപ്പർക്കും ദേഷ്യം വന്നു തുടങ്ങി. അപ്പം അത് ഇനി പാപ്പിനെ തരില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കാനുണ്ടാ. അയ്യോ എനിക്ക് മാത്രം കഴിച്ചാതിയോ? തിരിഞ്ഞിരുന്ന് കഴിക്കുന്നേ. എനിക്ക് ദേവുനല്ലേ നല്ലേ, ഞാൻ അവരെ കൊണ്ട് പോയിക്കോളാം. ദേവുട്ടന്നെ ദേവു ദേവുട്ട ദേവുട്ട ദേവുട്ട.
പിന്നെ തേജപ്പിന്റെ ഒപ്പം കളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ദേവൂട്ടമ്മാമനും വിച്ചൂട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചു നേരം കിടന്നതിന് ശേഷം പുറത്ത് പോയി നോക്കുമ്പോൾ ഇവരവിടെ ഭയങ്കര കളിയിലാണ്. അപ്പോൾ ആദർശേനും ചേച്ചിക്കും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉച്ചയായപ്പോൾ അമ്മ ഇതേ ഫുഡൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്ലേറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റ് അടിച്ചു കേട്ടോ. അപ്പോൾ എനിക്കും തേജപ്പനും അമ്മ ഈ ഒരു പ്ലേറ്റിലായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്ലേറ്റ് മുന്നേ ഏതോ കല്യാണത്തിന് പോകുമ്പോഴാണോ എനിക്ക് എവിടുന്നോ ഒരു സ്പെഷ്യലായിട്ടൊരു ഇവന്റിനൊക്കെ നമുക്ക് ഇങ്ങനത്തെ പ്ലേറ്റ് ഫുഡ് കിട്ടാറ്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാൻ കേട്ടോ. അങ്ങനെ ഇതേ ഞാൻ ചോറിനാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കഴിക്കാൻ ഫുഡ് ഉണ്ടായിരുന്നത് മോരുകറി, പിന്നെ എന്താ പപ്പടം വറുത്തത്, കൂർക്കുപ്പേരി, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മോരുകറി ഇന്ന് കഴിക്കാൻ തോന്നിയില്ല കേട്ടോ. കൂർക്കുപ്പേരി കണ്ടപ്പോൾ ഞാൻ കൂർക്കുപ്പേരി കൂടിയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. ആദർശമായിട്ട് ഇതേ ഇവിടെ ഉണ്ണിയുടെ അടുത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പിറ്റേന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ. അപ്പോൾ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പോസ്റ്റോ അല്ലെങ്കിൽ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ എന്തായാലും ഡ്രസ്സ് മാറാം എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ആദർശേട്ടൻ്റെ ഇത് പുതിയ ഷർട്ടാണ്. അപ്പോൾ ചേട്ടാ അത് പോയിട്ട് എടുത്തിട്ടു. അപ്പോൾ ഞാനും അതെൻ്റെ ഒരു പുതിയൊരു ടോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ട് ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനിത് ഡ്രസ്സൊക്കെ മാറി പിന്നെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഗെറ്റ് റെഡി വിത്ത് മീൻ്റെ ഷോർട്സൊക്കെയുള്ള വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ട് ജസ്റ്റ് 2 പിക്ക് നമ്മുടെ ഉമ്മർത്തി ഇരുന്നിട്ട് തന്നെ എടുക്കാൻ വേണ്ടി നിൽക്കട്ടെ. നമ്മുടെ ഫോട്ടോഗ്രാഫർ ചേച്ചിയാണ്. എത്രയൊക്കെ ക്ഷീണം തോന്നിയാലും നമ്മുടെ മുഖത്ത് മേക്കപ്പ് ഉള്ള കാരണം ആ ഒരു ക്ഷീണം പുറമുള്ള ആൾക്കാർക്ക് കണ്ടാൽ തോന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ കൈക്ക് ഭയങ്കര വേദന. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് 8ാം മാസം തൊട്ടിട്ട് കൈമ ട്രിപ്പ് ഇട്ടപ്പോൾ കൈവേദന ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വേദനയാട്ടോ. 8ാം മാസം തൊട്ടിട്ട് ഞാൻ ഈ ഒരു വേദന കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ അമ്മ ഇത് ഒഴിഞ്ഞു വന്നു, ഇനി എത്രയും പെട്ടെന്ന് ഡോക്ടറെ പോയി കാണിക്കുന്നുണ്ട്, കാരണം എനിക്ക് നല്ല വേദനയുണ്ട്. പിന്നെ ഇത് എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നുട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞിച്ചക്കരിയും കൂടിയിട്ട് എടുത്തിട്ട് ചായ കുടിക്കാൻ പോട്ടെ. അവ ഉറങ്ങാൻ ചേട്ടാ, അവൻ കണ്ണടച്ച് കിടക്കുന്നുള്ളൂ. കള്ളവർക്കാണ് ഉറങ്ങണൊക്കെ കൊണ്ടുപോയി കിടത്ത് കഴിഞ്ഞു വെച്ചാൽ അപ്പം എനിക്ക് കേട്ടോ. അപ്പോൾ അത് അമ്മയും പിന്നെ അമ്മമ്മയും ചേച്ചിയും എല്ലാവരും കൂടി ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി ഇത് ചായക്ക് കൂർക്കുപ്പേരിയാണ് എടുത്തേക്കണേ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്കായാലും അവൾക്കായാലും ഭയങ്കര ഇഷ്ടമാണ് കൂർക്കുപ്പേരി ചക്കുപ്പേരി ഒക്കെ കൂടിയിട്ട് ഇതേ കട്ടൻ ചായ കൂടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് ഞാനും കൂർക്കുപ്പേരി ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതേ കട്ടൻ കാപ്പിയും കൂർക്കുപ്പേരി കൂടിയിട്ട് ഞങ്ങൾ ചായ കുടിക്കാട്ടോ. അപ്പോൾ ഇത് സിനിമയൊക്കെ കൊണ്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വൈകിട്ടാകുമ്പോൾ നമ്മുടെ അച്ഛൻ പണിമാറ്റി വന്നുട്ടാ. അപ്പോൾ അച്ഛൻ ഇത് നമ്മുടെ കുഞ്ഞിച്ചക്കനെ ഇങ്ങനെ കളിപ്പിക്കാട്ടോ. അപ്പോൾ അമ്മ എടുത്ത് നടക്കാട്ടോ. ഇടയ്ക്ക് ചെറിയൊരു വാശിയുണ്ട്. അപ്പം നമ്മളിങ്ങനെ എടുത്ത് നടന്ന മൂപ്പര് ഇങ്ങനെ ഓക്കെ ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മയും അച്ഛനും പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കാട്ടോ. അപ്പോൾ നമ്മുടെ ചിത്തിരേച്ചി ഉണ്ണീനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിത്തിരേച്ചി ഉണ്ണീനെ കളിപ്പിക്കാട്ടോ. അപ്പോൾ നമ്മളൊക്കെ ഇത് ജസ്റ്റ് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരുടെ അടുത്തും അങ്ങനെ സംസാരിച്ച് നിൽക്കാറുണ്ട്. പിന്നെ ഇതേ അമ്മാമയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുക. അച്ഛൻ്റെ അപ്പുറത്തിരുന്ന് എൻ്റെ കൈ ഒഴിഞ്ഞു തരും കേട്ടോ. അച്ഛൻ കൈവേദന നല്ല തീരെ കുറവില്ല, നല്ല വേദനയുണ്ട്. അപ്പോൾ അച്ഛനൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒഴിഞ്ഞു തരികയാണ്. അച്ഛൻ ഒഴിഞ്ഞ വേഗം മാറാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ ചേച്ചി ഞാനും കൂടിയിട്ട് ഉണ്ണിക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഒരു തസ്നി പറഞ്ഞിട്ടൊരു ചേച്ചിക്ക് അയച്ചെന്താണ് കേട്ടോ. തൃശ്ശൂർ അവിടെയുള്ള ഒരു ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ തസ്നി എന്നാണ് ചേച്ചിയുടെ പേര്. അത് ചേച്ചി അയച്ചെന്തായിരുന്നു. അപ്പോൾ നമ്മളത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പൊട്ടിച്ചു നോക്കട്ടെ അതിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സ്ഥലം തൃശ്ശൂരാവുന്നു, അല്ല തൃത്തല്ലൂര്. തൃശ്ശൂര് തൃത്തല്ലൂരിന്ന്. പണിക്കറീറ്റിൽ ഹൗസ്. അമ്മേതെന്താ വാ സാധനങ്ങളോ. അയ്യടാ നല്ല രസമുള്ള പെടാൻ പറ്റിയത് കേട്ടോ. തസ്നി പറഞ്ഞ ചേച്ചിയില്ലേ. ഇത് പെടാൻ പറ്റില്ല. 45 വീട്ടിടാം. നാളെ കിട്ടോടുക്കാൻ മേവിന് എത്ര പൈസ ചെലവാക്കിട്ടാവൂലേ. കുഞ്ഞു ഫ്രണ്ട്സ് അപ്പോൾ ഈ ചേച്ചി ഒരു 7 ജോഡി ഡ്രസ്സ് നമ്മുടെ ഉണ്ണിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവന് കുറച്ചുകൂടി വലുതായ ഒരു 6 മാസമൊക്കെ ആയി ഇടാൻ പറ്റിയ അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഒക്കെ അവന് നല്ല ഭംഗിയുള്ള കളേഴ്സും ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഉണ്ണിയുള്ള ഡ്രസ്സ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ ഞാനും ചേച്ചി വേഗം ഷടപടയെന്നെല്ലാം അങ്ങനെ പൊട്ടിച്ചു നോക്കട്ടോ. അപ്പോൾ ഇതവന് ഭംഗിയുണ്ടാവും അതവന് ഭംഗിയുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഇത് പൊട്ടിച്ചു നോക്കട്ടോ. ഈ തസ്നി എന്ന് പറയുന്ന ചേച്ചി ആരാന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ചേച്ചിയോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു
ഗിഫ്റ്റ് ബോക്സ് നമ്മൾ പൊട്ടിച്ചു കൊടുത്ത് നമുക്ക് ചിത്തിരേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതും കൂടി ഒന്ന് അൺബോക്സ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ചേച്ചി അതും പൊട്ടിക്കാട്ടോ. ചിത്തിരേച്ച് ഇത് ഭയങ്കര ഗംഭീരമായിട്ട് പൊതിഞ്ഞ് ഇങ്ങനെ റാപ്പൊക്കെ ചെയ്തിട്ടാണ് കൊടുത്തേക്കണേ. അപ്പം നമുക്ക് പൊട്ടിക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ ചേച്ചി എങ്ങനെയൊക്കെയോ അതൊക്കെ പറിച്ചിങ്ങനെ എടുത്തുട്ടാ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നു നോക്കാണ്. അപ്പോൾ ഇതിൽ ചേച്ചി ഇതേ ഉണ്ണിക്ക് മറ്റേ നമ്മൾ തുണി വെക്കില്ലേ അതിന് പകരം വെക്കാനുള്ള മറ്റേ സംഭവം. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് അവരിടുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ അത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഹുഡി മോഡൽ ഒരു ഡ്രസ്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അവന് കുറച്ചുകൂടി വലുതായി ഇടാൻ പറ്റും. ഇതും ഇതൊരു 6 മാസമൊക്കെ ആകുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ. ഒരു പാൻറ്റും ഒരു ഹുഡിയും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ കൊണ്ട് എടുത്തു വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുഞ്ഞിച്ചക്കനെ മേലൊക്കെ കഴുകി അവന് ഇതേ ചിത്തിരേച്ച് കൊടുക്കുന്ന ഡ്രസ്സൊന്ന് വെറുതെ ഉടുപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് വെറുതെ ഇട്ട് വെക്കുക കേട്ടോ, ഭംഗിയുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതേ അതൊക്കെ ഇട്ട് പിന്നെ അവന് സോക്സ് ഒക്കെ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ എന്തായാലും ആദർശേനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കണേ. ചേട്ടൻ പുറത്ത് പോയി കിടന്നു കേട്ടോ. അങ്ങനെ ഇതേ ചേട്ടനും തേജപ്പനും കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. തേജുവിന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് വന്നേക്കുന്നത്. കളിപ്പാട്ടം, ട്രൗസർ, ബനിയൻ, കാറ്, ജീപ്പ് അങ്ങനത്തെ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടാണ് രണ്ടെണ്ണം കൂടി വരണേ. അങ്ങനെ ഇതേ വിനീഷേട്ടാ ഇതിന്റെ ചീത്ത പറയാട്ടാ എന്തിനകത്തൊക്കെ വാങ്ങിച്ചു വരണ്ട. അപ്പോഴേക്കും അവിടെ ഒരു കരച്ചിലും പിഴിച്ചിലും ഒക്കെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിട്ടാ. എന്താ പിന്നെ പിറ്റേ ദിവസം ഞങ്ങളുടെ ആനിവേഴ്സറി ആണല്ലോ. അപ്പൊ ആദർശയുടെ എനിക്ക് സർപ്രൈസ് തന്നതാണ്. പക്ഷേ ഈ സർപ്രൈസ് കിട്ടുന്ന എനിക്ക് ഉറപ്പായിരുന്നു. അത് കാരണം ചേട്ടൻ വരുമ്പോഴേക്കും നമ്മളെല്ലാവരും വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കാരണം ചേട്ടനത് വീഡിയോസ് എന്റെ എക്സ്പ്രഷൻ എന്താണെന്ന് വീഡിയോസ് എടുക്കാനും ആർക്കും പറ്റിയില്ല. ഞാനും എന്റെ ക്യാമറ പിടിച്ചിട്ട് ഫോൺ പിടിച്ചിട്ട് നിൽക്കുന്ന ചേച്ചി അത് തേജപ്പന്റെ ഓരോ കാര്യങ്ങളും എടുക്കുകയായിരുന്നു. അത് കാരണം കറക്റ്റ് ഒരു എക്സ്പ്രഷൻ കണ്ട ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നല്ല വേദന എടുത്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഇത് ഫുൾ കവറൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദർശന്റെ കുളിക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതേ കാണിച്ചു തരട്ടെ. പുള്ളിയുടെ പേര് ആദവ് എന്നാണ്. അപ്പൊ അതും ഇതിന്റെ അടിയിൽ ഫോട്ടോന്റെ അടിയിൽ ടാറ്റു അടിച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞിച്ചക്ക അവിടെ കിടന്ന് കളിക്കാനിട്ടാ. അവര് ഡ്രസ്സൊക്കെ മാറി കുളിച്ചതിന്റെ ഒരു ഇതിൽ അവൻ കുറച്ച് നേരം ഇരുന്ന് കളിച്ചോളൂ. ഇത് നമ്മുടെ 28ന്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം ശരിക്കും കിട്ടുന്നില്ല. കാരണം രാത്രി എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നാലൊക്കെ ഞാൻ പെട്ടെന്ന് ഉറങ്ങി പോകുന്നുണ്ട്. അത് കാരണം എനിക്ക് പ്രോപ്പറായിട്ട് എല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ഇതേ എല്ലാവരും ഞങ്ങൾക്ക് ഒരു ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പൊ ചേച്ചി ഉണ്ണീൻ്റെ അടുത്ത് കളിപ്പിക്കാണ്. തേജപ്പനും ഉണ്ട് അവിടെ. അങ്ങനെ തേജപ്പനും ചേച്ചി ഉണ്ണീനെ നോക്കാം. അപ്പൊ ഞങ്ങൾ അവര് മുന്നേ ഫുഡ് കഴിച്ചു തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പൊ അവര് ഉണ്ണീനെ എടുക്കാന്ന് പറഞ്ഞപ്പോ ഞങ്ങള് അപ്പുറത്ത് നിന്ന് ഫുഡ് കഴിക്കാട്ടോ. തേജേട്ടാ ഷാജേട്ടെ അന്നെ ഞാൻ തേജു എന്നല്ല വിളിക്കുന്നത്, ഷാജി. അപ്പൊ ഒന്ന് ഫുഡ് കഴിക്കാണ്ടായിരുന്നു. മോരുകറി, പിന്നെ നമ്മുടെ കൂർക്കുപ്പേരി, രാവിലത്തെ കറികളും, പിന്നെ മീൻ കൊടുക്കുന്നുണ്ടായിരുന്നു ആദർശേട്ടൻ. അപ്പോൾ മീനും വറുത്തിട്ടുണ്ട് കേട്ടോ. ആദർശേട്ടൻ കഴിക്കാൻ പറ്റില്ല കേട്ടോ പല കാരണം. അപ്പൊ ഞങ്ങൾ മാത്രമായിട്ട് കഴിക്കുന്നത്. അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കിടന്നു കേട്ടോ. അപ്പൊ അമ്മ ഇതേ ഉണ്ണി ഉറങ്ങി തോന്നുന്നു. അതോ അമ്മേനെ നോക്കി അപ്പുറത്തേക്ക് തിരിഞ്ഞെടുക്കാണോന്ന് അറിയില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.